ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പുതിയ 3 ആരോപണങ്ങൾ, സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള 3 ആരോപണങ്ങളും സാങ്കേതിക വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ്. അത് PRD പരസ്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, നവകേരള സർവേയുടെ കാര്യത്തിലായിക്കോട്ടെ, 3 മുഖ്യമന്ത്രി അയച്ച മെസ്സേജിന്റെ കാര്യത്തിലായിക്കോട്ടെ, സാങ്കേതിക വിഷയങ്ങളാണ് ഇവിടെയെല്ലാം പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. വസ്തുതാപരമായ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് അക്കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഈ PRD നൽകിയിട്ടുള്ള ഈ പരസ്യം തന്നെ പരിശോധിച്ചാൽ 10 വർഷം മുൻപുള്ള പത്രങ്ങളിലെ ഉള്ളടക്കം, പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് PRD നൽകിയിട്ടുള്ള പരസ്യം എന്ന് പറയുന്നതാണ്, കേരളത്തിൽ ഇതാ ലോഡ് ഷെഡിംഗ് വരാൻ പോകുന്നു, കേരളത്തിലെ 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, KSRTC അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ഇതൊക്കെ അന്നത്തെ കാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാർ, കേരളത്തിൽ മന്ത്രിമാരായിരുന്നവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് സംബന്ധിച്ച വാർത്തകളാണ് നൽകിയത്. അപ്പോൾ ഇത് പിന്നീട് 2ാം പേജിൽ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ KSRTC ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ, അതുപോലെ തന്നെ ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം, അതുപോലെ സ്കൂളുകളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള വികസനം, ഇതൊക്കെയാണ് പ്രധാനമായും 2ാമത്തെ പേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ PRDക്ക് ഇങ്ങനെ പരസ്യം നൽകാൻ കഴിയുമോ എന്ന ഒരു സാങ്കേതിക ചോദ്യം, നിയമപരമായ ചോദ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഏതായാലും അതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഒരു വഴിക്ക് നിൽക്കുമ്പോഴും വസ്തുതാപരമായ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ ടേക്ക്.